ഹലോ ആൻഡ് വെൽക്കം ബാക്ക് ടു ആർത്തീസ് ഹോം ചാനൽ. ഞാൻ ആർത്തി, ഇത് ബ്രൂണോ ആണ്. അപ്പോൾ ഇത് മൺഡേ ഈവനിങ് വ്ളോഗാണ്. മൺഡേ ഈവനിങ് ഒന്ന് പുറത്തേക്ക് പോകാമെന്ന് വിചാരിച്ചു. പുറത്തേക്ക് പോണതിന് മുമ്പായിട്ട് നമ്മുടെ ബ്രൂണോൻ്റെ ഈവനിങ് റുട്ടീനൊക്കെ ഒന്ന് തീർക്കണമായിരുന്നു. അപ്പോൾ ഈവനിങ് ബേസിക്കലി അവനെ ഒന്ന് പുറത്ത് കൊണ്ടുപോയി വന്നതിന് ശേഷം അവന് ഫുഡൊക്കെ കൊടുത്ത് എന്നിട്ട് വേണം നമുക്ക് പോകാനായിട്ട്. അതിന് ചങ്ങാതിയെ ഒന്ന് റെഡിയാക്കി കൊണ്ടുപോകാനായിട്ട് ഒരു 10-20 മിനിറ്റ് എടുക്കും അവൻ ഒന്ന് ആ ലീഷ് ഒന്ന് ഇടാനായിട്ട്. ആ സമയം നമ്മൾ അത്രയും നേരം അവൻ പോകണം പറഞ്ഞിട്ട് കരയും. എന്നിട്ട് പോവാനായിട്ട് നമ്മൾ ലീഷ് എടുത്തു കഴിഞ്ഞാൽ മാഷ് തുടങ്ങും ഓടാനായിട്ട്. ആ സമയത്താണ് അവന് വെള്ളം കുടിക്കണ്ടു. എല്ലാ കാര്യങ്ങളും ആ സമയത്ത് അവന് ഓർമ്മ വരുള്ളൂ. അപ്പോൾ അവൻ്റെ ആ നഖരയൊക്കെ തീർന്നിട്ട് വേണം പുറത്തേക്ക് കൊണ്ടുപോകാനായിട്ട്. അപ്പോൾ അങ്ങനെ പുറത്തേക്ക് കൊണ്ടുപോയി വന്നിട്ടല്ലേ ഞങ്ങൾക്ക് പുറത്ത് പോകാൻ പറ്റുള്ളൂ. അപ്പോൾ തൃശ്ശൂർ പൂരമൊക്കെ അല്ലേ. അപ്പോൾ തൃശ്ശൂർ പൂരമായിട്ട് നമുക്ക് എല്ലാവർക്കും അറിയാം എക്സിബിഷൻ അവിടെ നടക്കുന്നുണ്ട് എന്ന്. അപ്പോൾ അമ്മ കുറച്ച് ദിവസമായി പറഞ്ഞു എക്സിബിഷൻ കാണാൻ പോകാമെന്ന്. ഞാനും വിചാരിക്കുന്നുണ്ടായിരുന്നു എക്സിബിഷൻ കാണാൻ പോകാമെന്ന്. അപ്പോൾ അങ്ങനെ ഞങ്ങൾക്ക് ഫൈനലി ഒരു ദിവസം എത്തിക്കിട്ടി എക്സിബിഷൻ കാണാൻ പോകാമെന്നുള്ളതിൻ്റെ. അപ്പം അങ്ങനെ ഞങ്ങൾ എക്സിബിഷൻ കാണാനായിട്ട് പോയി. എക്സിബിഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തൃശ്ശൂർ പൂരത്തിൻ്റെ സാധാരണ എക്സിബിഷനിൽ എന്താണുള്ളത് വെച്ചാൽ അതൊക്കെ തന്നെ ഉണ്ടായിരുന്നുള്ളൂ. ഒരു സ്പെഷ്യലായിട്ട് ഒന്നും ഉണ്ടായിരുന്നില്ല പ്രത്യേകിച്ച്. എന്നാലും ഒന്ന് കാണാൻ പോകുമ്പോൾ നിങ്ങളെയും കാണിക്കാമെന്ന് പറഞ്ഞ് വീഡിയോ എടുക്കാമെന്ന് പറഞ്ഞിട്ടാണ് പോയത്. അപ്പോൾ അങ്ങനെ അവിടെ എത്തി. അപ്പോൾ കയറുന്നതിന് മുമ്പായിട്ട് പുറത്ത് കാണുന്ന ആ ലൈറ്റിങ്ങും ആ ഡെക്കറേഷൻസും വളരെയധികം നല്ല ഭംഗിയുണ്ടായിരുന്നു കാണാനായിട്ട്. നല്ല ലൈറ്റിംഗ് ആയിരുന്നു കേട്ടോ. നല്ല രീതിയിലുള്ള ഡെക്കറേഷനും ആയിരുന്നു. പക്ഷേ എന്താ തിരക്കുണ്ടായിരുന്നു. പിന്നെ ചൂടും, ഇപ്പോഴത്തെ ചൂട് സഹിക്കാൻ പറ്റുന്നതിൻ്റെ അപ്പുറത്തെ ചൂടാണ്. മൺഡേ ഈവനിങ് ആണെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല, ഭയങ്കര തിരക്കായിരുന്നു. എന്താ ഇങ്ങനെ തിരക്കെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ ചൂടത്തും ആൾക്കാർ പുറത്ത്, എന്നെ പോലെ തന്നെ ആൾക്കാർ പുറത്തിറങ്ങുന്നുണ്ടായിരുന്നു മൺഡേ ഈവനിങ്ങും കറങ്ങാനായിട്ട്. ഇതാണ് എൻട്രൻസ്. ശക്തൻ തമ്പുരാൻ്റെ ഒരു വലിയൊരു സ്റ്റാച്യു പോലെയും ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. നല്ല രസമുണ്ടായിരുന്നു കേട്ടോ കാണാനായിട്ട്. അങ്ങനെ എൻട്രൻസ് ഫീസ് എത്രയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എനിക്ക് അറിയില്ല. എനിക്ക് പാസ് ഉണ്ടായിരുന്നു. അപ്പോൾ ഞാനും അമ്മയും പാസ് വെച്ചിട്ടാണ് ഉള്ളിൽ കയറിയത്. അപ്പോൾ എൻട്രൻസ് ഫീ അറിയില്ല എത്രയാണെന്നുള്ളത്. ഈ ഐ ലവ് തൃശ്ശൂർ പൂരം എന്ന് പറഞ്ഞിട്ട് എക്സിബിഷൻ എന്ന് പറഞ്ഞിട്ട് ഒരു ഇത് വെച്ചിട്ടുണ്ടായിരുന്നു. അതിന് മുമ്പ് വെച്ച് ഫോട്ടോ എടുക്കാമെന്ന് വിചാരിച്ചപ്പോൾ അതൊന്നും നടന്നില്ല. അവിടെ അത്രയും തിരക്കായിരുന്നു. ഉള്ളിൽ കയറിയപ്പോൾ ചുട്ട് പുഴുങ്ങിയിട്ട് ഒരു ഓവൻ്റെ ഉള്ളിൽ വെച്ച് കഴിഞ്ഞാൽ എന്തായിരിക്കും അവസ്ഥ, ആ അവസ്ഥയായിരുന്നു ഉള്ളിൽ. എങ്ങനെയെങ്കിലുമൊക്കെ റൗണ്ട് കംപ്ലീറ്റ് ചെയ്തിട്ട് പുറത്തിറങ്ങി കിട്ടിയാൽ മതി എന്നുള്ളതായി. ഒരു എൻ്റർടൈൻമെൻറ്റിന് വേണ്ടിയിട്ട് പോയത് വേണ്ടായിരുന്നു എന്ന് തോന്നി. അപ്പോൾ എന്താ വാങ്ങിക്കുക, ഇപ്പോൾ ആസ് യൂഷ്വൽ ഒരു കത്തി വാങ്ങിച്ചു. ഞാൻ ലാസ്റ്റ് എക്സിബിഷന് പോയത് കൊറോണയ്ക്ക് മുമ്പാണ്. അപ്പോൾ അങ്ങനെ ആ സമയത്ത് ഒരു കത്തി വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. അതിനുശേഷം ഇപ്പോൾ പോയപ്പോഴും ഒരു കത്തി വാങ്ങിച്ചു. തുരുമ്പ് പിടിക്കില്ല എന്നൊക്കെ പറഞ്ഞിട്ടാണ്, ഗ്യാരണ്ടിയൊക്കെ പറഞ്ഞിട്ടാണ് നമുക്ക് തന്നത്. പക്ഷേ അതൊക്കെ വെറും വാക്കായിരുന്നു എന്ന് പിറ്റേ ദിവസം തന്നെ എനിക്ക് മനസ്സിലായി. അപ്പോൾ നിങ്ങൾ ആരെങ്കിലും എക്സിബിഷന് പോകണമെന്നുണ്ടെങ്കിൽ കത്തിയൊന്നും വാങ്ങിക്കണ്ട കേട്ടോ, വെറും വേസ്റ്റാണേ. കുറച്ച് നല്ല ബാഗ്സും ചെരുപ്പും കാര്യങ്ങളൊക്കെ, ഡിസൈൻസ് നല്ലതായിരുന്നു. നല്ല കാണാൻ നല്ല ഭംഗിയുണ്ടായിരുന്നു ബാഗ്സും ചെരുപ്പിൻ്റെയൊക്കെ. പക്ഷേ ക്വാളിറ്റി പൊട്ടയായിരുന്നു. നമുക്കറിയാം അത് ക്വാളിറ്റി 2 ദിവസം ഇട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ 3-ാമത്തെ ദിവസം അത് വെറുതെയാണ്. അങ്ങനെ അവിടുന്ന് ഞങ്ങൾ പുറത്തിറങ്ങി, ആ തിരക്കിൻ്റെ ഉള്ളിൽ നിന്ന് പുറത്ത് ഇറങ്ങിയിട്ട്, അതായത് എക്സിബിഷന് പുറത്തിറങ്ങിയില്ല, ആ ലൈനിൽ കൂടെ പോവില്ല, അവിടുന്ന് അങ്ങോട്ട് മാറി നിന്നിട്ട് ഒന്ന് ഇറങ്ങിയപ്പോൾ അവിടെ കുറച്ച് ഇങ്ങനെ സ്നാക്സ് വിൽക്കുന്നുണ്ടായിരുന്നു. ചില്ലി ഗോപിയും പിന്നെ കായ ബജ്ജി, മുളക് ബജ്ജിയൊക്കെ. അവിടെ നിന്ന് കഴിക്കാനുള്ള മൂടൊന്നും ഉണ്ടായിരുന്നില്ല. കാണുമ്പോൾ നല്ല രസമുണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങൾ ഒരു പ്ലേറ്റ് ചില്ലി ഗോപി പാക്ക് ചെയ്തിട്ട് വീട്ടിലോട്ട് കൊണ്ടുവന്നു. പിന്നെ അവിടുന്ന് കുറച്ച് മുന്നോട്ട് ഇറങ്ങിയപ്പോൾ ഒരു ജ്യൂസിൻ്റെ സ്റ്റോളും കണ്ടു. കുറേ സ്റ്റോൾസ് ഉണ്ടായിരുന്നു ജ്യൂസിൻ്റെയും ഫുഡിൻ്റെയൊക്കെ. അപ്പോൾ ഒരു ജ്യൂസിൻ്റെ സ്റ്റോളിൽ കയറിയിട്ട് അവിടെ വാട്ടർമെലൺ ജ്യൂസ് അടിക്കണ കണ്ടപ്പോൾ ഞങ്ങൾക്കും അത് കുടിക്കണം എന്ന് തോന്നി. നല്ല ചൂടായിരുന്നു. അത്രയും ചൂടത്തെ ഭയങ്കരമായിട്ട് വേർത്തിട്ടും ഒക്കെ ഇരിക്കുമ്പോൾ റിഫ്രഷിങ് ആയിട്ടുള്ളൊരു ജ്യൂസ് ആണ് വാട്ടർമെലൺ ജ്യൂസ്. അപ്പോൾ അത് കുടിക്കാമെന്ന് വിചാരിച്ചു.
എക്സ്ട്രാ ഷുഗർ വേണ്ടാന്ന് പറഞ്ഞായിരുന്നു. വാട്ടർമെലൺ നല്ല മധുരം ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ എക്സ്ട്രാ ഷുഗറൊന്നും ഞങ്ങൾ ഇടിയിച്ചിട്ടുണ്ടായിരുന്നില്ല. അതല്ലാണ്ട് തന്നെ നല്ല സ്വീറ്റ്നെസ്സും നല്ല റിഫ്രഷിങ് ആയിരുന്നു ആ ജ്യൂസ്. അവരെല്ലാം കൂടി ഒന്നിച്ച് അടിച്ചിട്ട് പിന്നെ അതിനെ അരിച്ച് തരികയാണ് ചെയ്തത്. പക്ഷെ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ. ഷുഗറിൻ്റെ ഒന്നും തീരെ ആവശ്യം തന്നെ ഉണ്ടായിരുന്നില്ല എന്ന് പറയാം. അങ്ങനെ അവിടുന്ന് അതും കുടിച്ചിട്ട് ഇറങ്ങിയപ്പോൾ എങ്ങനെയെങ്കിലും പുറത്തിറങ്ങിയാൽ മതി എന്നുള്ളൊരു വിചാരത്തിലാണ് ഇറങ്ങിയത്. അപ്പോൾ അവിടെ കുറച്ച് റൈഡ്സും കാര്യങ്ങളൊക്കെ കണ്ടു. അതിലൊന്നും ഞങ്ങൾ കയറാൻ പോയില്ല. റൈഡ്സും കാര്യങ്ങളൊക്കെ വേഗം അത് കൂടെ ഇങ്ങനെ റൗണ്ട് അടിച്ചിട്ട് ഞങ്ങൾ നേരെ പുറത്തിറങ്ങാനുള്ള വഴി തിരയായിരുന്നു. അങ്ങനെ ഞങ്ങൾ പുറത്ത് അവസാനം ചുറ്റിക്കറങ്ങിയിട്ടാണ് പുറത്തിറങ്ങാൻ പറ്റിയത്. ചൂടത്തിന് അടുത്ത പ്രാവശ്യം പോകുമ്പോൾ ചൂടത്ത് എന്തായാലും പോവില്ല എന്ന് വിചാരിച്ചു. എല്ലാം പൂരമൊക്കെ കഴിഞ്ഞതിന് ശേഷം പിന്നെയും കുറച്ച് ദിവസം ഉണ്ടാവുമല്ലോ, അപ്പോൾ തിരക്കൊക്കെ കുറയണ സമയത്തൊന്ന് പോകാമെന്ന് വിചാരിച്ചു. അങ്ങനെ അവിടുന്ന് പുറത്തിറങ്ങിയതിന് ശേഷം പിന്നെ ഞങ്ങൾ പോയത് പൂങ്കുന്നത്തിലെ എലൈറ്റ് സൂപ്പർ മാർക്കറ്റിലാണ്. വീട്ടിലേക്ക് കുറച്ച് സാധനങ്ങളൊക്കെ വേണമായിരുന്നു. അപ്പോൾ അങ്ങനെ ഞാനും അമ്മയും അങ്ങോട്ട് പോയി. അവിടെ പോയിട്ട് കുറച്ച് പച്ചക്കറിയും ഫ്രൂട്ട്സും പിന്നെ തൈര് സാധനങ്ങളൊക്കെ വാങ്ങിക്കണമായിരുന്നു. സാധാരണ ഞാൻ കല്യാൺ ഹൈപ്പർ മാർക്കറ്റിലാണ് പോവാറ്. ഈ ലൈറ്റിലോട്ട് ഞാൻ ചുരുക്കം വരാറുള്ളൂ. അങ്ങനെ എപ്പോഴെപ്പോഴും വരാറില്ല. എനിക്ക് വലിയ താല്പര്യമില്ല ഈ ലൈറ്റിലോട്ട് വരാൻ. ഇവിടെ പച്ചക്കറികളൊക്കെ ഭയങ്കര കുറവ് തന്നെ ഉണ്ടാവുള്ളൂ. ഫ്രഷ്നെസ്സും കുറവായിരിക്കും. ആ ഒരു വെറൈറ്റി ഉണ്ടാവില്ല ഇവിടെ കല്യാണിലുണ്ടാവുന്ന വെറൈറ്റി. പിന്നെ റേറ്റ്സും കൂടുതലാണ് ഇവിടെ കല്യാണിൻ്റെ കമ്പാരിറ്റീവ്ലി. അപ്പം അങ്ങനെ പക്ഷേ നമുക്ക് ഈ ഇങ്ങനത്തെ ഒരു സമയം, പൂരത്തിൻ്റെ സമയമായ കാരണം അങ്ങോട്ട് കല്യാൺ വരെ പോയിട്ട് പിന്നെ അവിടുന്ന് ഓട്ടോ എടുത്തിട്ട് ഇങ്ങോട്ട് വരിക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ടാസ്ക്കാണ്. ആ ഓട്ടോ ചിലപ്പോൾ കിട്ടില്ല. അപ്പം ഞങ്ങൾ അത് കാരണമാണ് ഇങ്ങോട്ട് വന്നത്. ഇവിടുന്നാണെന്നുണ്ടെങ്കിൽ പിന്നെ കുഴപ്പമില്ല, അടുത്താണ് ഇനിയും. അപ്പോൾ അങ്ങനെ ഓട്ടോ കിട്ടില്ല എന്ന് വിചാരിച്ചിട്ട് ഇങ്ങോട്ട് എത്തിയപ്പോൾ ഹസ്ബൻഡ് കോൾ ചെയ്തായിരുന്നു. അപ്പോൾ മൂപ്പര് ഈ വഴിയിൽ തന്നെ ഉണ്ട്, അപ്പോൾ ഞങ്ങളെയും പിക്കപ്പ് ചെയ്തിട്ട് വീട്ടിൽ പോകാമെന്ന് പറഞ്ഞു. അപ്പോൾ ഞങ്ങൾ വേഗം ഷോപ്പിംഗ് ഒക്കെ തീർത്ത് ബില്ലിങ്ങിന് നിന്നു. പെട്ടെന്ന് ബില്ലിങ് ചെയ്ത് തീർത്ത് കഴിഞ്ഞാൽ വീട്ടിൽ പോകാമല്ലോ. ഞങ്ങൾ ആകെ ടയേർഡായി. അമ്മ പ്രത്യേകിച്ച് നല്ല ടയേർഡായി അവിടെ ആ ചൂടത്ത് നടന്നിട്ട്. അങ്ങനെ ഞങ്ങൾ അവിടുന്ന് ബില്ലിങ്ങും ചെയ്തിട്ട് പുറത്തിറങ്ങി. പിന്നെ നേരെ വീട്ടിൽ പോയിട്ട് പിന്നെ ആ ദിവസം ഞാൻ പ്രത്യേകിച്ചൊന്നും ഷൂട്ടൊന്നും ചെയ്തിട്ടുണ്ടായിരുന്നില്ല. നെക്സ്റ്റ് ഡേ ആണ് ഞങ്ങൾക്ക് പിന്നെ പറ എടുക്കാൻ വന്നിരുന്നു. അപ്പോൾ അതിൻ്റെ കുറച്ച് കാര്യങ്ങൾ ഷൂട്ട് ചെയ്തു. അത് നിങ്ങൾ നേരിട്ട് കണ്ടോളൂ. അപ്പോൾ ഇനി അടുത്ത വീഡിയോയുമായി വരണവരെ ടേക്ക് കെയർ, ബൈ. അത് കഴിഞ്ഞതിന് ശേഷം ഞാൻ കുറച്ച് വെടിക്കെട്ട് വിട്ടിട്ടുണ്ട് കേട്ടോ.